അതിൽ ആർ ശ്രീലേഖ IPS റിട്ടയർഡ് IPS ഇപ്പോൾ ശാസ്താമംഗലത്തെ കൗൺസിലറാണ്. അവരുടെ പേരിൽ ഇപ്പോൾ പോക്സോ കേസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞത് അവർ അതിജീവിതകളുടെ പേര് ആർ ശ്രീലേഖ വെളിപ്പെടുത്തിക്കൊണ്ട് അവരുടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ സംസാരിച്ചതായിട്ട് സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഘടനയാണ് അവരുടെ പേരിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ തിരുവനന്തപുരത്ത് കേസ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ശ്രീലേഖ IPS BJP നേതൃത്വത്തിന് തന്നെ തലവേദനയാവുന്ന രീതിയിലേക്കല്ലേ പോകുന്നത്? തീർച്ചയായും പൊതുവെ നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ക്രൈം ഫയൽസ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും അല്ലെങ്കിൽ ഫോറൻസിക് സർജൻസ് ആണെങ്കിലും അവരുടെയൊക്കെ ഈ പ്രവർത്തന കാലത്തെ എക്സ്പീരിയൻസുകളൊക്കെ തുറന്നു പറയുന്നതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളൊക്കെ നമ്മൾ പൊതുവെ കാണുന്നതാണ്. അങ്ങനെ ഒരുപാട് ചാനലുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ശ്രീലേഖ IPS എന്ന് പറയുന്ന അവരുടെ തുറന്നു പറച്ചിലുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ളത് ദിലീപ് കേസുമായി ബന്ധപ്പെട്ടായിരിക്കും. ദിലീപിനെ അല്ലെങ്കിൽ ആ സമയത്ത് ഈ പറയുന്ന ജയിലിലൊക്കെ ഉദ്യോഗസ്ഥയായിട്ടുണ്ടായിരുന്ന ശ്രീലേഖയെ സംബന്ധിച്ച് അവര് കണ്ട കാഴ്ചകളും അല്ലെങ്കിൽ ദിലീപ് അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ തുറന്നു പറഞ്ഞ ഒരു അഭിമുഖം തന്നെയായിരുന്നു. അതായിരുന്നു ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം പല കേസ് ഡയറികളെ പറ്റിയിട്ടും ശ്രീലേഖ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഉദ്യോഗസ്ഥയാണ്, ഒരു ഈ പറയുന്ന IPS എന്ന രീതിയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന പോലീസിന്റെ ഒരു ഉന്നത സ്ഥാനം വഹിച്ച ഒരാളായിരുന്നു ശ്രീലേഖ. അപ്പോൾ അത് സംബന്ധിച്ച് സൗമ്യ കേസിനെ പറ്റി പറയുന്നുണ്ട്, പെരുമ്പാവൂർ ജിഷ കേസ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് 2-3 കേസുകളും അവര് എടുത്ത് സംസാരിക്കുന്നുണ്ട്. അതെ, അതിന്റെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിർഭയ കേസ് വന്ന സമയം തൊട്ട് നിർഭയ എന്ന് പറയുന്നത് നമ്മൾ ഇട്ട പേരാണ്. അപ്പോ ആ ഒരു കേസിൽ വിക്ടിമിന്റെ പേര് അല്ലെങ്കിൽ ആ കേസുകൾ തൊട്ടാണ് ഈ പറയുന്ന വിക്ടിമിന്റെ പേര് പറയരുത്, അല്ലെങ്കിൽ അവർ മരണപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം കൊണ്ട് സാധാരണ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമല്ലേ, മരണപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ അവർക്ക് പ്രശ്നമില്ല, ജീവിച്ചിരിക്കുന്ന വിക്ടിംസിനെയാണ് പൊതുവെ ഇത്തരം ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അവരുടെ ഭാവിയെ ബാധിക്കും. പക്ഷേ ഈ മരണശേഷമാണെങ്കിലും അല്ലെങ്കിൽ മരണത്തിനോടുള്ള ബഹുമതി എന്ന രീതിയിലൊക്കെ നമ്മൾ ആ വിവരങ്ങളൊന്നും പുറത്തേക്ക് പറയരുതെന്നൊരു പ്രോട്ടോകോൾ ഉണ്ട്. പക്ഷേ ശ്രീലേഖ IPSനെ സംബന്ധിച്ച് ഇപ്പോൾ പോക്സോ കേസ് വരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വിക്ടിം എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയായിരിക്കും, അല്ലെങ്കിൽ പെൺകുട്ടിയോ ആൺകുട്ടിയോ. അപ്പൊ ആ ഒരു കേസ് വിവരം നമുക്ക് കറക്റ്റ് ആയിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. ഈ പറയുന്ന ഒരു കേസിനെ സംബന്ധിച്ചല്ല കിളിരൂര് കവിയൂരൊക്കെ തന്നെ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതാണ്, ഒരുപാട് VIPs ആ കേസുകളിൽ പെട്ടതാണെന്നുണ്ട്. അതിന്റെ പിന്നിൽ തന്നെ ഇപ്പോഴും നടക്കുന്ന വാദവുമായി ഇപ്പോഴുള്ള രാഷ്ട്രീയ രംഗത്ത്, കേരള രാഷ്ട്രീയത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുള്ള നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അവർക്കൊക്കെ എതിരെ ഭയങ്കരമായ അപവാദം. കാര്യം എനിക്കത് വളരെ നല്ല ഓർമ്മയുള്ളതാണ്. ഈ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കേസ് കൊടുക്കലായിരിക്കാം. മ്യൂസിയം പോലീസ് ആണ് കേസ് എടുത്തിട്ടുള്ളത്. കാരണം ഒരിക്കൽ ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഇവർക്ക് എന്തായാലും ഈ കേസ് ഡയറീസ് എല്ലാം കൂടി ഇരുന്ന് പറയാൻ പറ്റില്ല. ഓരോ എപ്പിസോഡുകളായിട്ടും ഇതിനു മുൻപ് അവർ സംസാരിച്ചിട്ടുള്ളതും അതേപോലെ സ്വന്തം ചാനലിൽ സംസാരിച്ചിട്ടുള്ളതും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത്. ഇത് കേസ് കൊടുത്തു എന്നുള്ളത് ആയിരിക്കാം ഇരകളുടെ പേര് പറഞ്ഞതായിരുന്നെങ്കിൽ തന്നെയും ഇത് ശരിക്കും ശ്രീലേഖ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ കേരള സമൂഹം അന്ന് പറയാതെ പോയ കുറേ ആൾക്കാരുടെ പേരുണ്ട്. അപ്പോൾ അത് ഭയപ്പെടുന്ന ഒരു കേരള രാഷ്ട്രീയത്തിൽ ഇത് ഈ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയിലോ ഒക്കെ തന്നെ നിരവധി പേർ ഇതിനകത്ത് ഇൻവോൾവ് ആയതായിട്ടുള്ള ഒരു വളരെ വിവാദമായ ഒരു കേസാണ് ഈ 2 കേസുകൾ. അതെ, അല്ല മേ ബി ചില സമയത്ത് ചില കേസുകളിലൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ പെരുമ്പാവൂർ കേസ് ആണെങ്കിലും അത് ഒക്കെ വളരെ സെൻസേഷണൽ ആയിട്ടുണ്ടായിരുന്ന കേസുകളാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ വീണ്ടും എടുത്ത് സംസാരിക്കുന്ന സമയത്താണെങ്കിൽ പോലും, കാരണം ആ കേസുകളൊക്കെ ഇപ്പോഴും ആൾക്കാരുടെ ഉള്ളിൽ ഒരു സംശയം നിഴലിക്കുന്ന കേസുകളാണ്. അപ്പോ അങ്ങനെ ഇരിക്കുന്ന കേസുകളെ പറ്റിയിട്ട് പുതിയതായിട്ടൊരു അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജനങ്ങൾ ആ വീഡിയോസ് കാണും, അല്ലെങ്കിൽ അവർക്ക് വീണ്ടും അതിനെപ്പറ്റി അറിയാനൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത്തരം ഒരുപാട് സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കേസുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. വീണ്ടും ഇതിനെപ്പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ അന്വേഷണ തുമ്പ് കിട്ടിയതിന് ശേഷം വീണ്ടും ഒരു അന്വേഷണത്തിലേക്കൊക്കെ കടക്കുകയും പുതിയ പ്രതികളെ പിടിക്കുന്നതും അല്ലെങ്കിൽ പുതിയ ആൾക്കാർ ചേർക്കപ്പെടുന്ന കേസൊക്കെ തന്നെ നമുക്കറിയാം അത് ശരിക്കുള്ള പ്രതിയല്ല എന്നൊക്കെ തന്നെയുള്ള
സംസാരവും അത് വളരെ ഒരു വല്ലാത്ത ഒരു സ്റ്റോറി ആയിരുന്നല്ലോ ആ കേസ്. അല്ല, അങ്ങനത്തെ കേസുകളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ചേട്ടൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇതിൽ ഭയപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അങ്ങനെ ഭയപ്പെടുന്ന സമയത്ത് അയ്യോ നിങ്ങൾ ഞങ്ങളുടെ പേര് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർ പറയുന്നതും ഇപ്പൊ സാധാരണ ഒരാൾ വന്ന് എനിക്കിപ്പോ ഇയാളെ സംശയമുണ്ട് അങ്ങനെ പറയുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം അവർ ആ അന്വേഷണ പരമ്പരയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, ഇവരിലേക്ക് ഒരുപാട് തെളിവുകൾ വന്നിട്ടുള്ള ഒരാളാണ്, ഇവർ ഡയറക്റ്റ് ആ പറയുന്ന സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതികളെ ചോദ്യം ചെയ്തിട്ടുള്ളത് ഇവരായിരിക്കാം. അപ്പൊ ഇതുമായി സംബന്ധിച്ച് അങ്ങനെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ പറയുന്നതും സാധാരണക്കാർ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഇവരുടെ ഈ വാക്കുകളെ ഭയപ്പെടുന്ന ആൾക്കാരായിരിക്കാം ഇത്തരത്തിൽ ഇവർ അതിജീവിതമാരുടെ പേര് വിവരങ്ങൾ പുറത്തേക്ക് വിട്ടു, ഇത് പ്രോട്ടോകോളിനെതിരാണ്, അപ്പൊ ഇവർക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്ത് അല്ലെങ്കിൽ പോക്സോ പോലെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏതൊരു റിട്ടയർഡ് ഉദ്യോഗസ്ഥയാണെങ്കിലും ശരി, പക്ഷെ ഇത്തരം കേസുകൾ വരുമ്പോൾ നിയമ നടപടികൾ അല്ലെങ്കിൽ നിയമത്തിന് അനുസൃതമാണ്. പോലീസ് ഇതുവരെ FIR ഇടുകയോ അവരോട് ഇപ്പോഴാണ് FIR രജിസ്റ്റർ ചെയ്തതായിട്ട് പറയുന്നത്, അവരെ വിളിക്കുകയോ അവരെ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്നാ പറയുന്നത്. അല്ല, ഒരു വിഭാഗത്തിൽ നിന്ന് പറയുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ശ്രീലേഖ തനിക്ക് ഈ പറയുന്ന വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത്. ചേട്ടൻ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ BJPക്ക് തലവേദനയായി മാറുകയാണോ ശ്രീലേഖ IPS എന്നുള്ളത്. കാരണം BJP തന്നെ ഒരു കുരുക്കിലാക്കുന്ന ചില പ്രസ്താവനകളൊക്കെ ശ്രീലേഖയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരം ഒരുപാട് അല്ലെങ്കിൽ ഇത്തരം കേസുകളൊക്കെ വരുന്ന സമയത്തേക്കും ശ്രീലേഖ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു മീഡിയ അല്ലെങ്കിൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു മീഡിയ അറ്റൻഷന്റെ അപ്പുറത്തേക്കും അവരുടെ പ്രവൃത്തി മേഖലയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവർക്ക് പരിചിതമായിട്ടുള്ള കുറെ കാര്യങ്ങളെ പറ്റി അവർ സംസാരിക്കുക. അതിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് എന്റെ കേട്ടറിവ് വെച്ചിട്ട് ഈ എല്ലാ കേസുകളും തന്നെയും ശരിയായ ഒരു അന്വേഷണത്തിലേക്ക് ഈ പ്രസ്തുത പോലീസ് ഓഫീസർ ഇവർ തന്നെ നേരെ പോയിട്ടില്ല എന്നൊരു വർത്തമാനവും ഞാൻ കേട്ടിട്ടുണ്ട്. കാര്യം എൻ്റെ ഇത്രയും നാളത്തെ ഒരു മാധ്യമരംഗത്തെ പരിചയത്തിൽ എന്നോട് ഞാൻ അവർക്കൊപ്പം വർക്ക് ചെയ്ത പലരും പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ അറിയാം, ഇവർ തന്നെയാണ് ഈ പറയുന്ന ഇരകളെ വല്ലാതെ ഹെർട്ട് ചെയ്യത്തക്ക രീതിയിൽ പെരുമാറിയിട്ടുള്ള വ്യക്തിയാണ് എന്നും അവർക്കെതിരെ ശരിക്കും പലതും മൂടി വെച്ചുകൊണ്ടാണ് ഇവരുടെ അന്വേഷണം. കേരള പോലീസ് എല്ലാ കേസും നിഷ്പക്ഷമായിട്ട് ചെയ്തായിട്ട് നമുക്കറിയില്ലല്ലോ. രാഷ്ട്രീയ സ്വാധീനം ഒരു വലിയ ഘടകവുമാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ താൻ മാത്രം അല്ലെങ്കിൽ ഇവർ ബ്ലെയിം ചെയ്യപ്പെടുന്ന ആൾക്കാർ മാത്രം കുറ്റക്കാരാണ്, അതും രാഷ്ട്രീയ രംഗത്ത്. ഇപ്പോൾ ഒരു BJP നിൽക്കുമ്പോൾ എതിർ രാഷ്ട്രീയ രംഗത്തുള്ളവരുടെ പേരുകൾ പറയാതെ പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ പറയുകയോ ചെയ്യുന്നതിൽ ഒരു ഗൂഢമായ ലക്ഷ്യമുണ്ട്. തീർച്ചയായും. കാരണം ഇത്തരം കേസുകളൊക്കെ വരുന്ന സമയത്തേക്കും അന്നുണ്ടായിരുന്ന ഈ പറയുന്ന ഭരണപക്ഷത്തെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഓരോ കേസുകളെ അല്ല, ഈ കേസുകൾ നടന്ന സമയത്ത് ആൾക്കാരെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത്തരം സന്ദർഭങ്ങളിലാണ് ഇത്തരം കേസുകളെ പറ്റിയിട്ടൊക്കെ പച്ചയ്ക്ക് വന്നിരുന്ന് പറയുന്ന സമയത്ത് ഇവർക്കെതിരെ, കാരണം ഇവര് അത്ര വലിയ മണ്ടയാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരാളെ സംബന്ധിച്ച് അതിജീവിതമാരുടെ പേര് പച്ചയ്ക്ക് വന്നിരുന്ന് പറയുക, സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ അബദ്ധം പറ്റിയതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇവർക്ക് അറിയില്ല, അല്ലെങ്കിൽ സ്വാഭാവികമായി സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഈ പേര് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന ചില കേസുകളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ തന്നെ കുറച്ച് വികാരാതീതമായി പോകും. ആ സമയത്ത് അറിയാതെ തന്നെ ചില ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വായിൽ നിന്ന് തന്നെ പോകുന്നതൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. പൊതുവെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർ കൃത്യമായി എഴുതി തയ്യാറാക്കിയിട്ടൊക്കെയാണ് ഒരു കേസ് ഒരു കാര്യത്തെ പറ്റി അവർ സംസാരിക്കുകയാണെങ്കിൽ അവര് ഈ അളന്നു മുറിച്ച് ഈ കേസിനെ പറ്റിയിട്ടാണ് ഞാനൊന്ന് സംസാരിക്കുന്നത് എങ്കിൽ ഇത്രയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനകത്തിൽ ഈ പറയുന്ന എന്നിലേക്ക്, അല്ലെങ്കിൽ ചേട്ടൻ തന്നെ പറഞ്ഞല്ലോ ഇത്തരം ആരോപണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ്, എന്നിലേക്ക് ഈ കേസുകളൊന്നും എത്തിപ്പെടാത്ത രീതിയിൽ അത് ഹൈഡ് ചെയ്തിട്ട് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് ആ കേസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം അതിലെ പോരായ്മകൾ എന്താണെന്നും കുറച്ച് മസാലകളൊക്കെ ആഡ് ചെയ്തിട്ട്. പോരായ്മ മാത്രമല്ല ഇതിനകത്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് അന്ന് ആരോപണം കേട്ടവരുടെ പേര് എതിർ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോൾ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചില്ല, അല്ലെങ്കിൽ ശ്രമിച്ചോ എന്ന് നമുക്ക് ആ വീഡിയോ നമുക്ക് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. അത് രാഷ്ട്രീയ പക്വതയില്ല. BJP സംബന്ധിച്ച് തന്നെ ഇത്തരം രാഷ്ട്രീയ ലാഭങ്ങളാണെങ്കിലും ഇനി അവർക്ക് രാഷ്ട്രീയ രംഗത്ത് ഇത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ അത് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് തലവേദന. അങ്ങനത്തെ ലാഭങ്ങളാണെങ്കിൽ പോലും അതിജീവിതമാരെ പറ്റി നമ്മൾ ആലോചിക്കണം. പോയ അതിജീവിതമാരോടൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ പേര് വിവരങ്ങൾ
കാര്യം കൂടെ ആദ്യം നമ്മൾ ഇതിൽ പറയണം. അതായത് ഈ PT കുഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞ സംവിധായകൻ ഒരു വനിതാ സംവിധായികയെ സ്ക്രീനിങ്ങിനിടയ്ക്ക് തിരുവനന്തപുരത്ത് വെച്ച് കാണിച്ച ചേഷ്ടകളൊക്കെ അറിഞ്ഞല്ലോ. ആ കേസ് ഇപ്പോഴും PT കുഞ്ഞു മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. മറിച്ച് വേറെ പല എതിർ രാഷ്ട്രീയ കക്ഷികൾ നിൽക്കുന്ന അവരുടെ പേരിൽ ഇവിടുത്തെ ഇപ്പൊ ഭരണത്തിരിക്കുന്നവർ പോയ പോലീസ് വേട്ടയാടലും ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഇപ്പോഴും ആ കേസ് ഒന്നും ആയിട്ടില്ല. ആ അതിജീവിത തന്നെ വന്നിട്ട് അഭിമുഖം നൽകി എന്നെയാണ് എന്നുള്ള രീതിയിലേക്ക് വന്നു. എന്നിട്ട് ഇത് വന്നു. പിന്നെ മലയാള സിനിമാ രംഗത്ത് ഒരു നടി, ഇപ്പം നമ്മൾ ഇവർ പക്ഷം ചേർന്ന് നിന്ന ദിലീപ് എന്ന് പറയുന്ന നടൻ, അത് നമ്മുടെ മലയാള സിനിമാ രംഗത്തെ ആ നടി, ആ അതിജീവിത, അവർ തന്നെ എൻ്റെ പേര് പറയുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കൊണ്ടുവന്നു. അതെല്ലാം അതിൻ്റെ ഒരു വശമാണ്. പക്ഷേ എങ്കിലും പോലീസിൻ്റെ പക്ഷം ചേരൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഈ 10 കൊല്ലമായി കേരളം ഭരിക്കുന്നവരെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കുന്നത് ഇത് ശ്രീലേഖ IPS അല്ലെങ്കിൽ കുറച്ച് റിട്ടയർഡ് ആയിട്ടുള്ളവരെ ഈ BJP കൂടെ ചേർക്കാൻ ശ്രമിക്കുമ്പോൾ രാഷ്ട്രീയം എന്തെന്ന്, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കേസ്, സുരേഷ് ഗോപി BJPക്ക് ഒരു തലവേദനയായിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ഒരു തലവേദനയായിട്ടുണ്ട്. ഈ ആദ്യമായി കൗൺസിലറായി അവർ വന്നു കഴിയുമ്പോൾ അവർക്ക് മേയർ ആകണം എന്നൊരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് കാണിച്ച ചേഷ്ടകൾ അറിയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി സ്റ്റേജിൽ വന്നു നിന്ന സമയത്ത് അവിടെ ഇവർ മാറി നിന്ന ആ ഒരു ചേഷ്ട നമുക്കറിയാം. അതുമാത്രമല്ല, മേയർ പ്രതിജ്ഞ നടക്കുന്ന സമയത്ത് ഇവർ വരാത്തതറിയാം. ഏതായാലും BJP സംബന്ധിച്ച് BJPക്ക് ഈ പറയുന്ന രീതിയിൽ രാഷ്ട്രീയം അറിയാത്ത ആൾക്കാരെ കൂടെ കൂട്ടി അവരുടെ പക്വതയില്ലാത്ത പെരുമാറ്റം വരും നാളുകൾ വൻ തലവേദനയായി തീരും. തുടർന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളോടെ ഇല്ല, അതുകൂടെ നമുക്ക് സംസാരിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭമുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാം. ശ്രീലേഖ തന്നെയാണ് അത് വെളിപ്പെടുത്തേണ്ടത്. കാരണം ഇതുവരെ അവർ സംസാരിച്ചിട്ടില്ല, ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. അവരാണ് ഇതിന് ഉത്തരം പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഇനി ഇവരെ കൊടുക്കാനായിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയ കേസ് എന്തെങ്കിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണോ ഒരിക്കൽ കൊഴിച്ചു മൂടപ്പെട്ട? അതിൽ വളരെ വലിയ ഉന്നതരായ വ്യക്തികൾ പെടാൻ സാധ്യതയുണ്ട് അതിന്റെ ആലിഗേഷനൊക്കെ പോയി കഴിഞ്ഞാൽ. ഏതായാലും ഇത്തരത്തിൽ ഒരു പക്വതയില്ലാത്ത പെരുമാറ്റമാണോ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ആതിര പറഞ്ഞ പോലെ അറിഞ്ഞുകൊണ്ട് ഇതെല്ലാം വിളമ്പാൻ ശ്രമിച്ചതാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇതിൽ പലരെയും കൊടുക്കാൻ ഒരു തിരഞ്ഞെടുപ്പ് കാലമാണ്, അതിനകത്ത് വല്ല ഗൂഢലക്ഷ്യങ്ങളുണ്ടോ എന്നൊക്കെ വായിച്ചെടുക്കാൻ അധികം നമ്മൾ കൂടുതലൊന്നും പിന്നെ അരിയാഹാരം തന്നെയാണ് നമ്മളൊക്കെ കഴിക്കുന്നത്, നമുക്ക് അറിയാൻ കഴിയും. നമുക്ക് നോക്കാം ഇനിയുള്ള ദിവസങ്ങൾ ശ്രീലേഖ തന്നെ ഉത്തരം തരട്ടെ. നമുക്ക് കുറച്ചൊന്ന് കാത്തിരിക്കാം.